വീഡിയോയിൽ പത്രോട അല്ലെങ്കിൽ ചേമ്പിലേപ്പമാണ് കാണിക്കുന്നത്. അപ്പം മടന്തയോ അല്ലെങ്കിൽ നമ്മുടെ നീലച്ചേമ്പിൻ്റെ ഇലയോ അല്ലെ ചെറുചേമ്പിൻ്റെ ഇലയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നീലച്ചേമ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. 1 കപ്പ് അരിയും അതുപോലെ തന്നെ 3/4 കപ്പ് കടലപ്പരിപ്പോ അല്ലെങ്കിൽ തുമരപ്പരിപ്പോ. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കഴുകി ഒരു 3-4 മണിക്കൂർ കുതിർക്കാനിടണം. ചേമ്പില എല്ലാം നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാരെല്ലാം ഒന്ന് നമുക്ക് എടുത്ത് കളയണം. അല്ല എങ്കിൽ ഇത് ചൊറിയുകയും ചെയ്യും, അതുപോലെ തന്നെ വേവാനും താമസമായിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ നാരെല്ലാം എടുത്ത് കളയുവാണ്. അരിയും കടലപ്പരിപ്പും എല്ലാം കൂടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ഇനി ഇത് ചേർക്കുന്നത് ഒരു 1/4 മുറി തേങ്ങ തിരുമ്മിയതാണ്. അത് ചേർത്ത് കൊടുത്തു. ഇനിയും ചേർക്കുന്നത് 3-4 ഉണക്കമുളക് ആണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം. ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് പകുതി അരവാകുമ്പോൾ ഒരല്പം കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കണം. ഇത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെയുള്ള അരിയും പരിപ്പും കൂടെ ഇതുപോലെ അരച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഇലയാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇല വെച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മാവ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒരില കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇലയിലും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് മാവ് ചേർത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 5-6 ഇല ഇതുപോലെ അടുക്കടുക്കായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇലയെല്ലാം നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഒരു ഇഡ്ഡലിക്കുട്ട കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്ന കുട്ടകത്തിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പില എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പില എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചേമ്പിലെ അപ്പത്തിൻ്റെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് 1 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ എണ്ണയിൽ വറുത്തെടുക്കാം, അല്ല എങ്കിൽ നമുക്ക് ചോറിനൊപ്പം ഇട്ട് മുറിച്ച് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ തൂകി കഴിക്കാവുന്നതാണ്. ചേമ്പിലയെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇന്ന് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിലപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പത്രോട അല്ലെങ്കിൽ ചേമ്പിലപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം ഈ കർക്കിടക മാസത്തിൽ ഇതെല്ലാവരും കഴിക്കേണ്ടതാണ്.